ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചെങ്കിലും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നെങ്കിൽ മേയർക്കെതിരെ ഇപ്പോൾ കേസ് ചാർജ് ചെയ്യാൻ പറഞ്ഞു. അവർക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. അത്ര പരിതാപകരവും ക്രൂരവുമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് മനോഹരമായ തിരുവനന്തപുരം നഗരം. തിരുവനന്തപുരത്തെ മേയർ ഒരുപാട് ദിവസങ്ങളായിട്ടും വിവാദമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. തിരുവനന്തപുരം മഴയിൽ മുങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് മേയർ ആര്യ രാജേന്ദ്രൻ 4 ദിവസമായിട്ട് മൂന്നാറിലായിരുന്നു. എന്തിനു പോയി ആർക്കും അറിയില്ല. ഇന്നലെയാണ് തിരിച്ചെത്തിയത്. ഇനി മെമ്മറി കാർഡ് കൊണ്ട് നശിപ്പിക്കാൻ പോയതെന്ന് അറിയില്ല. മെമ്മറി കാർഡ് നശിപ്പിക്കുന്നതിന് ഇപ്പം മൂന്നാർ വരെ പോകണമെന്നില്ല. അതപ്പോൾ സ്വകാര്യ രീതിയിൽ ഇരുന്ന് ചെയ്യാവുന്നത്. പക്ഷെ പ്രശ്നം അതല്ല. ഈ മൂന്നാർ എന്ന് പറയുന്നത് ഒരു സുഖവാസ കേന്ദ്രമാണ്. ആ സുഖവാസ കേന്ദ്രത്തിലേക്ക് ഇപ്പോ തിരുവനന്തപുരം നഗരത്തിന്റെ ഈ അവസ്ഥയിൽ എന്തു കാര്യത്തിന് വേണ്ടി പോയി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ സ്മാർട്ട് സിറ്റി വരുന്നു എന്ന് പറഞ്ഞ് അവിടെ പാതാള കുഴികളാക്കി ആ കുഴികളിലെല്ലാം വെള്ളപ്പൊക്കം ഇപ്പോൾ ഓടകൾ കോരാത്തതിന്റെ ഫലമായിട്ട് വെള്ളം നിറഞ്ഞ് ആൾക്കാരുടെ വീടിനകത്ത് വെള്ളം വീണ് വെള്ളം കയറി ചില ആളുകൾ പല സ്ഥലങ്ങളിലും ആളുകൾ കുഴിയിൽ വീണ് മരണം വരെ ഉണ്ടായി. 2 പേര് മരിച്ചു. ഇതിന്റെ ഫലമായിട്ട് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഒരു തരത്തിലുള്ള പദ്ധതി ഇല്ലായ്മ കാരണം പലരും മരിച്ചു. അത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ആസൂത്രണമില്ലാതെ നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ട് തിരുവനന്തപുരം നഗരം ഇപ്പോൾ ഒരു മഹാകുളമായിട്ട് മാറിയിരിക്കുകയാണ്. കുളമെന്ന് പറഞ്ഞാൽ ഒരു മഹാസമുദ്രം പോലെ ആയിരിക്കുകയാണ്. സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മഹാസമുദ്രം. ആമയിറഞ്ചാം റോഡിന്റെ ശുദ്ധീകരണം അത് പൂർത്തിയായിട്ടില്ല. അതിനെ തുടർന്ന് വെള്ളത്തിന് എങ്ങോട്ടും പോകാൻ ഗതിയില്ലാതെ നഗരത്തിൽ കളം കെട്ടി കടകളിലേക്കും വീടുകളിലേക്കും ഒക്കെ കയറിക്കൊണ്ട് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് നഗരം. പണ്ട് കൊച്ചി നഗരം ബ്രഹ്മപുരം മാലിന്യ നിർമ്മാർജ്ജനം ഒക്കെ നടക്കാത്തതിൻ്റെയും ഒക്കെ ഫലമായിട്ട് അവിടെ എങ്ങനെ കുളമായിരുന്നു. എറണാകുളം ശരിക്കും ഒരു കുളമായ സന്ദർഭത്തിൽ ഹൈക്കോടതി ഇടപെട്ടു. അത് ഹൈക്കോടതി എറണാകുളത്ത് ആയതുകൊണ്ടാണ്. ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചെങ്കിലും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നെങ്കിൽ മേയർക്കെതിരെ ഇപ്പോൾ കേസ് ചാർജ് ചെയ്യാൻ പറഞ്ഞു. അവർക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. അത്ര പരിതാപകരവും ക്രൂരവുമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് മനോഹരമായ തിരുവനന്തപുരം നഗരം. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറയുന്നത് CPM-ന്റെയും കേരളത്തിലെയും ഏറ്റവും അൺപോപ്പുലർ ആയിട്ടുള്ള മേയർ എന്ന് ദ്യോതിപ്പിക്കുന്ന വിധമാണ് അവരുടെ ഭരണ നടപടികൾ മുന്നോട്ട് പോകുന്നത്. തന്നിഷ്ടപ്രകാരം മെയിൻ ക്യാമ്പ് എന്ന് പറയുന്ന ഹിറ്റ്ലറെ പോലെ ഫാഷിസ്റ്റ് രീതിയിൽ തന്നിഷ്ടം പോലെ നടപടികൾ നടപ്പാക്കുകയാണ്. നഗരസഭാ കൗൺസിലിനെ വിശ്വാസത്തിലെടുക്കാതെ തനിക്ക് വോട്ട് ചെയ്ത ആളുകളെ വിശ്വാസത്തിലെടുക്കാതാണ് മുന്നോട്ടുള്ള പോക്ക്. രായ്ക്ക് രാമാനും സുഖവാസ കേന്ദ്രത്തിലേക്ക് പോവുക, നഗരത്തിൽ ഇപ്പൊ ഇങ്ങനൊരു അടിയന്തരാവസ്ഥ ഉള്ള സമയത്ത് തന്നെ പോവുക, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കേസുകളിലൊക്കെ KSRTC കണ്ടക്ടർമാരോടും മറ്റും മുടക്കി സമയവും ഊർജവും പാഴാക്കി കളയുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇവർ സ്വന്തം നഗരത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഈ ജനജീവിതം ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ആളുകൾ ശപിക്കുകയാണ് മേയറെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ. എന്നിട്ട് അതിനിടയ്ക്ക് ഇവർക്ക് എങ്ങനെ ഈ സുഖവാസ കേന്ദ്രമായ മൂന്നാറിലൊക്കെ പോകാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ വാർത്ത അത് വിശ്വസിക്കാവുന്നതാണെങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു മേയർ ഒരു നഗരത്തിന്റെ ഭരണം കൈയാളുന്നത്. കോളേജിനകത്ത് SFI ഭരിക്കുന്നത് പോലെ അല്ല ഈ നഗരസഭയുടെ ഭരണം എന്ന് പറയുന്നത്. കുറച്ച് ഉത്തരവാദിത്വത്തോടുകൂടി ഒക്കെ ചെയ്യേണ്ടതാണ്. ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഭരണമല്ല. ആളുകൾ ദുരിതക്കയത്തിലാണ്. കുഴി എവിടെ വഴി എവിടെയെന്ന് അറിയാതെ വഴിയിലൂടെ ഓടകൾ ഇങ്ങനെ പുഴകളായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം മാരക സാംക്രമിക രോഗങ്ങൾക്കാണ് പാവപ്പെട്ട തിരുവനന്തപുരം നിവാസികൾ വിധേയരാകേണ്ടി വരുന്നത്. യാതൊരു പ്ലാനിങ്ങും ഇല്ല, യാതൊരു മറുപടിയും ഇല്ല, യാതൊരു ഉത്തരവാദിത്വമില്ല, യാതൊരു പ്രതിജ്ഞാബദ്ധതയില്ല, പ്രതിബദ്ധതയില്ല. ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മേയർ ഭരിക്കേണ്ടത്. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മേയർമാരെ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് CPM എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ അത് സമ്മതിക്കേണ്ടി വരും. പക്ഷെ ഈ ഒരു മേയർ ഈ കാണിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രസ്താവന അവർ നടത്തുന്നുണ്ടോ? യാതൊന്നുമില്ല. അപ്പോൾ ജാഗ്രത വേണമെന്ന് CPM-ന്റെ തന്നെ മറ്റൊരു വനിതാ നേതാവായിട്ടുള്ള വീണ ജോർജ് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ, അതായത് ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ തന്നെ ഈ ജാഗ്രത കാണുന്നില്ല. ആ മേയറുടെ പിടിപ്പുകേടാണ്. CPM ഭരിക്കുന്ന
തിരുവനന്തപുരം നഗരസഭയുടെ പിടിപ്പുകേടും നിരുത്തരവാദിത്വവും ഒരുപക്ഷെ അഹങ്കാരവും കൂടിയാണ്. ഇങ്ങനെ ഇത് എന്തുകൊണ്ടൊരു നഗരം വൃത്തിയാക്കാൻ പറ്റുമെന്നോ പണ്ട് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ഒ രാജഗോപാൽ തെളിയിച്ചിട്ടുള്ളതാണ്. ആ റെയിൽവേ സ്റ്റേഷന് അകത്തും പുറത്തുമുള്ള അഴുക്കുകളും മാലിന്യങ്ങളും എത്ര വിദഗ്ധമായിട്ടൊരു പൂന്തോട്ടം അതിന് ചുറ്റും നിർമ്മിച്ചുകൊണ്ട് മനോഹരമാക്കി അദ്ദേഹം പരിഹരിച്ചു. കിഴക്കേക്കോട്ടയും തമ്പാനൂരും തമ്മിൽ എങ്ങനെ അദ്ദേഹം ബന്ധിപ്പിച്ചു. ഇതൊക്കെ അവിടെ പോയി യാത്ര ചെയ്തവർക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ്. ഇവിടെ ഇത് വളരെ നിഷ്ക്രിയമായിട്ടും വളരെ ക്രൂരമായിട്ടും ജനങ്ങളോട് അവർ വോട്ട് ചെയ്തതിന്റെ പേരിൽ നടത്തുന്ന ഒരു വേട്ടയാടലായിട്ട് ഇത് കരുതാൻ പറ്റൂ. അതിനിടയ്ക്ക് ഈ മൂന്നാറിലൊക്കെ അല്ല പോകേണ്ടത്. മുഖ്യമന്ത്രി പോയിട്ട് തിരിച്ചു വന്നു, ഇപ്പൊ മേയറും തിരിച്ചു വന്നു എന്നാണ് അറിയുന്നത്. ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? ജനങ്ങളുടെ നടുവിൽ നിന്ന് പൊരുതേണ്ട ഈ വിപത്ത് അങ്ങനെയാണല്ലോ മാതൃക നമ്മൾ കാണിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് നടുക്കിൽ നിന്നാണ് ഒരു നേതാവ് നയിക്കേണ്ടത്, അല്ല മുമ്പിൽ നിന്നോ വശത്തു നിന്നോ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടോ അല്ല. അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിൽ ജനങ്ങളെ ദുരിതക്കയത്തിലിട്ടിട്ട് സ്വയം സുഖവാസ കേന്ദ്രത്തിലേക്ക് പോകും. അപ്പൊ ജനങ്ങൾ കടന്ന് നരയിച്ചോട്ടെ, ഞാൻ പോയി സുഖിക്കാം എന്നുള്ള ഒരു നയമാണോ മേയർ ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. തന്നെയല്ല, ഇതിനൊക്കെ പരിഹാരം കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചട്ടക്കൂടിൽ, ആ ഒരു ജനകീയ ഭരണാധികാരിയുടെ ചട്ടക്കൂടിനകത്ത് അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അവർ സ്വതേധയാ രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യേണ്ടത്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഏറ്റെടുത്തിട്ടുള്ള ഒരു കേസാണിത്. അപ്പോ ഇവിടെയും ഇങ്ങനെയൊക്കെ ആണ് ഇവർ പ്രവർത്തിക്കുന്നത് എങ്കിൽ തന്നിഷ്ടപ്രകാരം താൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാനാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ മഹാദൗർഭാഗ്യമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിലാണ്